നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു റിബൺസ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നിർത്തേണ്ടി വന്നു. ആ കസ്റ്റമേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ആ ബിസിനസ് എങ്ങനെ നിലനിർത്തണം എന്നുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു അടിത്തറയും ഉണ്ടായിരുന്നില്ല. നോട്ടു നിരോധനം, 2 വർഷങ്ങളിലുണ്ടായ ഫ്ലഡ്, കൊറോണകളെല്ലാം തന്നെ ആ ഷോപ്പിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കി ഒരു കോഴ്സ് ചെയ്ത പോലെയായിരുന്നു ആ പരാജയപ്പെട്ട ബിസിനസ്. ഹായ്, ഇറ്റ്സ് മീ ഐഷ എം മാത്തൂർ. ഞാൻ മലപ്പുറം വണ്ടൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 2 തരത്തിലുള്ള സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് ഒരു ടെക്നിക്കൽ കോളേജാണ്, രണ്ടാമത് ലേഡീസ് ഇന്നർവെയർ ബിസിനസ്സാണ്, ഓറിബോൺസ്. ആക്ച്വലി ഞാനൊരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്ന ആളൊന്നുമല്ല. എൻ്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ കോളേജിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ലേഡീസുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്തെ പോലെയല്ല, ഇപ്പോഴത്തെ ലേഡീസൊക്കെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ലേഡീസാണെന്നും അവർക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അതിലൂടെ ഒരു വരുമാനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസിനൊരു സൊല്യൂഷൻ ആവുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കൊരു ബിസിനസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഹസ്ബൻഡ് ഒരു ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം പല ബിസിനസ് പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതും പല ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നത്. വളരെ കുറഞ്ഞ ലേഡീസ് മാത്രമാണെന്ന് ബിസിനസ് രംഗത്ത് ഉണ്ടായിരുന്നു. അന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു ലേഡി ഓൺടർപ്രണർ ആവണം എന്നുള്ളൊരാഗ്രഹം അന്നേ മുതലേ ഉണ്ടായിരുന്നതാണ്. അതും ഈ ബിസിനസ് തുടങ്ങാനൊരു കാരണമായി. 2017 ബിസിനസ്സിലേക്ക് വരുന്നതും റിബൺസ് എന്ന പേരിൽ 2 ബുട്ടീക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നല്ല പ്രോഡക്റ്റുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കസ്റ്റമർ വിങ്ങുകളും ഉണ്ടായി. പക്ഷേ ആ കസ്റ്റമേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ആ ബിസിനസ് എങ്ങനെ നിലനിർത്തണം എന്നുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു അടിത്തറയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തകർച്ചയിലേക്ക് പോയി. മാത്രമല്ല, നോട്ടു നിരോധനം, 2 വർഷങ്ങളിലുണ്ടായ ഫ്ലഡ്, കൊറോണകളെല്ലാം തന്നെ ആ ഷോപ്പിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു റിബൺസ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നിർത്തേണ്ടി വന്നു. ഇനി അത്തരം ഒരു പ്രോഗ്രാമിലേക്ക് ഇല്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നൊരു സമയത്താണ് നമ്മുടെ കസ്റ്റമേഴ്സ് വീണ്ടും നമ്മളെ സമീപിക്കുന്നത്, നമ്മുടെ പ്രോഡക്റ്റുകളും നമ്മുടെ സർവീസുകളും ആവശ്യപ്പെടുന്നത്. പക്ഷേ നമുക്ക് ഇത്ര അധികം വലിയൊരു നഷ്ടം സംഭവിച്ചെങ്കിൽ കൂടി നമുക്കൊരു ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്, എങ്ങനെയാണ് കസ്റ്റമറെ ഡീൽ ചെയ്യേണ്ടത്, എന്ത് സർവീസ് കൊടുത്താലാണ് കസ്റ്റമേഴ്സ് നിലനിൽക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കി ഒരു കോഴ്സ് ചെയ്ത പോലെയായിരുന്നു ആ പരാജയപ്പെട്ട ബിസിനസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ബിസിനസ്സുകളിലേക്ക് ഇനി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റുകൾ അത്രയും ക്വാളിറ്റി ഉള്ളതും നമ്മുടെ സർവീസും അത്തരത്തിലുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയും അതൊരു ഐ ഓപ്പണറായിരുന്നു. അവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടെയാണ് ഓറിബോൺസ് എന്ന ബ്രാൻഡിൻ്റെ തുടക്കം. ശരിക്കും പറഞ്ഞാൽ സക്സസ് വളരെ പെട്ടെന്ന് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലേഡീസ് ഇന്നർവെയറിൻ്റെ ബിസിനസ്സിലേക്ക് വന്നതോടുകൂടിയാണ് സ്ത്രീകൾ എന്നൊരു മേഖലയാണതെന്ന് മനസ്സിലാക്കുകയും അവരുടെ പ്രോബ്ലംസിന് ഒരു കൺസൾട്ടേഷൻ വഴി ഓറിബോൺസ് ഒരു സൊല്യൂഷൻ ആയതോടുകൂടിയാണ് ഗ്രോത്ത് പെട്ടെന്നായത്. ആദ്യത്തെ ബിസിനസ് പൊട്ടിയതിന് ശേഷം ഈ ഇന്നർവെയറിൻ്റെ ബിസിനസ് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ഇതിലേക്ക് ഇറങ്ങിയ സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. അതായത് ഓരോ ലേഡീസിൻ്റെയും ബോഡിയുടെ റിക്വയർമെൻറ്റ്സ് വ്യത്യസ്തമാണ്. എല്ലാ ഐറ്റംസും എല്ലാവർക്കും കംഫർട്ടല്ല. അപ്പോൾ അങ്ങനെ ഓരോ ആളുകൾക്ക് പറ്റുന്ന ഐറ്റം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അതുവരെ കിട്ടാത്ത കുറേ കാര്യങ്ങൾ കിട്ടിയ പോലെയാണ് അവർ ഫീൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നമ്മളൊരു സൈസ് പറയും, ആ സൈസ് അവർ എടുത്തു തരും, ഓപ്പൺ ആക്കുവേണ്ടി ചെയ്യാണ്ട് പോക്കറ്റിലേക്ക് ഇടും. അത്രയും മടിയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഹെവി സൈസ്ഡ് ആയിട്ടുള്ള ബ്രാ പാൻറ്റീസൊക്കെ ഉപയോഗിക്കുന്ന ആൾക്ക് ഭയങ്കര മടിയാണ്. പലരും ഇന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ലേഡീസ് ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര കംഫർട്ടാണ്. അവർ പറയുന്ന അവരുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സൊല്യൂഷനാക്കിയിട്ടാണ് നമ്മൾ ഈ ഓറിബോൺസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. ഒരു കൺസൾട്ടേഷൻ വഴിയാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മളോട് പറയും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചൊരു സൊല്യൂഷൻ കൊടുക്കും. അത് ഇന്നർ വെയർ ഉണ്ട്, ഷേപ്പ് വെയർ ഉണ്ട്, ബോഡി ഷേപ്പർ ആണെങ്കിലും ടമ്മി ഷേപ്പറാണെങ്കിൽ അവരുടെ പ്രശ്നം എന്താണോ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഓറിബോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ചെയ്യുന്നൊരു ബിസിനസ്സായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വേറെ ലേഡീസിനും ഇതുപോലെ ചെയ്യാം.
അപ്പോൾ അവർക്കും ഒരു ആക്ടിവിറ്റി ആവും, അതിലൂടെ ഒരു ഇൻകം ആവും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാവുന്ന ലേഡീസിന് ഈ ഐറ്റംസ് കൊടുക്കുന്നത്. സോ നമ്മളൊരു കസ്റ്റമർ നമ്മളോട് ഒരു പ്രോബ്ലം പറയുന്ന സമയത്ത് നമ്മളൊരു കൺസൾട്ടേഷൻ വഴി അവർക്ക് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യണം. അതായത് നല്ലൊരു പ്രോഡക്റ്റ് കൊടുക്കണം, അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും, നല്ല കംഫർട്ട് ആയിരിക്കും ചെയ്യും. ഇനി അവരുടെ ബോഡിയുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള ഒരു കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു സർവീസും നല്ലൊരു പ്രോഡക്റ്റും കൊടുക്കുന്നതുകൊണ്ട് ഓറിബോൺസും നല്ലൊരു ട്രസ്റ്റും കസ്റ്റമേഴ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു സക്സസ് ആണെന്ന് പറയാം. ഓറിബോൺസിന് മെയിൻലി 2 ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, ഒരു ബ്രാൻഡഡ് ഇന്നർവെയർ കൺസൾട്ടൻ്റ് ആവുക എന്നുള്ളത്. രണ്ടാമത്, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ലേഡീസിന് കുറഞ്ഞ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഓറിബോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കംഫർട്ടായിട്ടുള്ള ഓറിബോൺസിൻ്റെ പ്രോഡക്റ്റുകൾ സ്ത്രീകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെറുതായിട്ടെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ലേഡീസിന് ഓറിബോൺസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 500ഓളം ലേഡി ഓൺടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓറിബോൺസിൻ്റെ ലക്ഷ്യം. അവർക്ക് ബിസിനസ് അറിഞ്ഞില്ലെങ്കിൽ പോലും എല്ലാ സപ്പോർട്ടുകളും നമ്മൾ നൽകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ലേഡീസാണ് ബിസിനസ്സിലേക്ക് വരേണ്ടത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എവിടെയും നമുക്ക് എത്താൻ പറ്റും. നല്ലൊരു വിജയം നമ്മളെ കാത്തിരിക്കും.